ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡേ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കരുവാരക്കുണ്ടിലുള്ള നമ്മുടെ നിസാർ ബ്രോയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ വയനാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയനാട് പോകുന്ന വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഇന്ന് വയനാട് ചെന്നിട്ട് നമ്മളൊരു ഹോട്ടൽ എടുത്തിട്ടുണ്ട്. വയനാട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് ഇന്ന് ഹോട്ടലിൽ നിന്നിട്ട് നാളെ നമ്മളൊരു റിസോർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നും നാളെയും നമ്മൾ വയനാട് ഉണ്ടായിരിക്കും. അപ്പോൾ വയനാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരിട്ട് വയനാട് വെച്ച് കാണാം. അപ്പോൾ നമ്മൾ വണ്ടി വിടാൻ പോവുകയാണ്. നമ്മൾ കരുവാരക്കുണ്ടെന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നേരെ വയനാട് പോകാൻ പോവാണ്. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിലും വീട്ടിൽ സംസാരവും ഒക്കെ കാര്യങ്ങളൊക്കെ ആയി അവർ വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മളിപ്പോൾ വയനാട് പോവാണ്. അപ്പോൾ ഞാനായിരിക്കും ഡ്രൈവ് ചെയ്യുന്ന, ആഴ്ച ആയിരിക്കും ഷൂട്ട് ചെയ്യുന്ന ആള്. അപ്പോൾ ചേട്ടൻ ആഴ്ച ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ റെഡി അല്ലേ? നമ്മൾ ഇവിടുന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ജേർണി ഇവിടുന്ന് സ്റ്റാർട്ടായിട്ടുണ്ട് കരുവാരക്കുണ്ടിൽ നിന്ന്. ഇപ്പം നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്തുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യൂസൊക്കെ കണ്ടിട്ട് നല്ല എൻജോയ് ചെയ്തിരിക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഡ്രൈവിങ്ങും എൻജോയ്മെൻറ്റും എല്ലാം കൂടെ ഒരുമിച്ചാണ്. ഇനി ഇവിടുന്ന് താമരശ്ശേരി ചുരം വഴിയിട്ടാണ് നമ്മൾ വയനാട് പോകുന്നത്. ആദ്യമായിട്ടാണ് താമരശ്ശേരി ചുരം കാണാൻ പോകുന്നത്, കയറാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്കിന്ന് താമരശ്ശേരി ചുരം വഴി വയനാടേക്ക് പോവുകയാണ്. അതെ, കുറെ അടിപൊളി വ്യൂസ് ഒക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിങ്ങനെ ട്രാവലൊക്കെ ഈ കോവിഡിന്റെ സമയത്ത് ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ വരും. അതായത് നമ്മൾ മാക്സിമം വെളിയിൽ നിന്നുള്ള ഫുഡൊക്കെ ഒഴിവാക്കുക. പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ വണ്ടിയിൽ തന്നെ കരുതേണ്ടതാണ് കുടിക്കാനായിട്ട്. പിന്നെ മാക്സിമം വെളിയിൽ നിന്നുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ തന്നെ കാറിൽ കുറേ വെള്ളം കരുതിയിട്ടുണ്ട് കുടിക്കാനുള്ളത്. പിന്നെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസത്തേക്ക് ഫുഡ്, ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള സാധനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 2 ദിവസം നമ്മൾ വീട്ടിലെ ഫുഡ് തന്നെ കഴിച്ചത്, പുറത്തുനിന്ന് അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പം ഇനി വയനാട് പോകുമ്പോൾ അവിടെ ഹോട്ടലാണ്, അത് നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും നല്ലത്. ഈ ഒരു സമയത്ത് നമ്മളങ്ങനെയാണ് മാസ്ക്, സാനിറ്റൈസർ എല്ലാം കൈ കരുതിയിട്ട് സേഫായിട്ടുള്ളൊരു ജേണിയാണ്. ഇപ്പം നമ്മൾ കരുവാരക്കുണ്ടെന്ന് വയനാട് പോകുന്ന വഴിയാണ്. നമ്മൾ കാളിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇതൊരു ചെറിയൊരു ടൗൺഷിപ്പാണ്. നമുക്ക് ഏകദേശം ഇന്ന് 125 കിലോമീറ്റേഴ്സാണ് യാത്ര ചെയ്യാനുള്ളത്. കാളികാവിൽ നിന്നും വണ്ടൂര്, പിന്നെ അഴീക്കോട്, മുക്കം, ഓമശ്ശേരി വഴിയാണ് നമ്മൾ വയനാട് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മാസ്ക് നമ്മൾ കരുതാൻ നേരം ഡിസ്പോസിബിൾ മാസ്ക് ആയിരിക്കും ബെറ്റർ യാത്ര ചെയ്യാൻ നേരം. മറ്റേത് നമ്മൾ പുറത്തിറങ്ങി കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി മിങ്കിൾ ചെയ്ത് കഴിയുമ്പോൾ അതാകുമ്പോൾ ഡിസ്പോസ് ചെയ്തിട്ട് അടുത്ത മാസ്ക് യൂസ് ചെയ്യാം. മറ്റേ ആകുമ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടായിട്ട് വരും, ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാവും. അപ്പോൾ ഡിസ്പോസിബിൾ ആണ് എപ്പോഴും ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ പ്രിഫർ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ എവിടെ ആയി? ഓമശ്ശേരി ഒരു ടൗൺഷിപ്പാണ്, ഒരു ചെറിയ ടൗൺഷിപ്പാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ തിരക്കും കാണാനുണ്ട്. നമ്മൾ ഈ യാത്ര ചെയ്തപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടം പോലെ കവുങ്ങിൻ്റെ തോട്ടമുണ്ട്. വളരെയധികം കവുങ്ങ്, അത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. ഒരേപോലെ നല്ല ലോങ് ആയിട്ട് നിൽക്കുന്ന കവുങ്ങ് കാണാൻ തന്നെ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ വയനാട് ചുരം കയറി തുടങ്ങി. താമരശ്ശേരി ചുരം കയറി തുടങ്ങിയിട്ടുണ്ട്. ആ മുകളിലുള്ള ആ മരം കണ്ടോ? അത് ഈ നിറച്ച് തേനീച്ചക്കൂടാണ്. കാണുന്നുണ്ടോ? ആ മരം നിറയെ തേനീച്ചക്കൂടാണ്. കണ്ടോ? ബസ്സൊക്കെ ഹെയർപിൻ ബെൻഡ് കയറാൻ നേരം റോങ് സൈഡിൽ കൂടെ വന്നിട്ട് കയറണം. അപ്പുറത്തെ സൈഡിൽ കൂടെ, റൈറ്റ് സൈഡിൽ കൂടെ ചേർന്ന് വന്നിട്ട് കയറണം. അതിൻ്റെ ആ റേഡിയസ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതാണ് ഹെയർപിൻ ബെൻഡ് നമ്പർ 1. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് വയനാട് ചുരമാണ്. താമരശ്ശേരി ചുരം എന്ന് പറയും. വയനാട് ചുരം എന്ന് പറഞ്ഞാലും അത് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത് ഹെയർപിൻ ബെൻഡ് നമ്പർ 2 ആണ്. ഹെയർപിൻ നമ്പർ 2ഉം 3ഉം ഒരു സ്പെഷ്യൽ കോൺക്രീറ്റ് കൊണ്ട്
കൺസ്ട്രക്ട് ചെയ്തതാണ്. നമ്മൾ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അതിന് വ്യൂ പോയിന്റിൽ ചെന്ന് കഴിയുമ്പോൾ നന്നായിട്ട് നമുക്ക് ഈ എർത്തങ്ങൻ തൂവും ഇത്രയും നന്നായിട്ട് മുകളിൽ നിന്ന് കാണാൻ പറ്റും. ആയിഷയുടെ കുറങ്ങനെ കപ്പലണ്ടി കൊടുക്കുകയാണ്. കുറച്ചിങ്ങനെ വെച്ചേ. ഭക്ഷണം കാര്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ തന്നെയും ഓൾമോസ്റ്റ് മുകളിലാണ്. ഇവിടെ ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കാണാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താമരശ്ശേരി ചുരം നമ്മൾ കയറി വന്ന ആ ഒരു വഴിയൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റും സെക്കൻഡും എയർപിൻ ബെൻഡ് എല്ലാം നന്നായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഭയങ്കര കുസൃതിയാണ് അവന്മാര്. വാലയിലൊക്കെ പിടിച്ച് വലിച്ചിരുന്നോ? എന്താ ബൈക്കിൽ കിടന്നവൻ കാണിക്കുന്നുണ്ടോ? ഇങ്ങനെ വയനാട് എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ടീ മ്യൂസിയത്തിലേക്കൊന്ന് പോകുന്നു. അങ്ങനെ ടീ മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റും വ്യൂ ഒക്കെയാണ്. തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ ചെറുപടുന്നത്. നമ്മളെന്തായാലും ടീ മ്യൂസിയത്തിലോട്ട് പോകാനിരിക്കുക. നമ്മൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഇന്ന് വിസിറ്റേഴ്സിനെ ആരും അലോ ചെയ്യുന്നില്ല. അപ്പോൾ അകത്ത് പോയിട്ട് ഇപ്പം അങ്ങോട്ട് പോയിട്ട് അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്തു. നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് പൂക്കോട്ട് ലേക്കിലേക്കാണ്. നമ്മളിപ്പോൾ വയനാട് പൂക്കോട്ട് ലേക്ക് കാണാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂക്കോട്ട് ലേക്കിൻ്റെ അവിടെ അടുത്ത് ഒരു 300 മീറ്റർ മാറി കാർ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് പൂക്കോട്ട് ലേക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡിൽ വനമാണ്, സൈഡിൽ കാടാണ്. നമ്മളിപ്പോൾ പൂക്കോട്ടിലേക്ക് കയാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആയിഷയും ആദ്യമായിട്ട് കയാക്ക് ചെയ്യാണ്. ഞാൻ ആയിഷയെ കാണിച്ചു തരാം. അവൾ വലിയ തുഴയിലാണ്, ഒരു ഡയറക്ഷനും കിട്ടുന്നില്ല. ആയിഷോ നോക്കണ്ട, തിരിഞ്ഞ് നോക്കണ്ട. കയാക്കിങ്ങിൽ കയറിയാൽ മാത്രമേ നമുക്ക് ലൈഫ് ജാക്കറ്റ് കിട്ടുള്ളൂ. ബാക്കി ഇതുണ്ടോ പെഡൽ ബോട്ട് അതുപോലുള്ള ബോട്ടുകളിലൊന്നും കയറി കഴിഞ്ഞാൽ ലൈഫ് ജാക്കറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. അതിനുള്ളിൽ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കതിന് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയാക്കിങ്ങിലാണ്. ഞാൻ ക്യാമറ ഇനി ആയിഷയുടെ കൊടുക്കാം. എന്നിട്ട് ഞാൻ തുഴഞ്ഞ് ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം ഞാൻ റെസ്റ്റ് അണിക്ക് തുഴയാണ്. ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു എടുക്കാൻ, പിന്നെ ലൈഫ് ജാക്കറ്റ് കണ്ടപ്പോൾ ഇക്ക ചാടി വീണു, അങ്ങനെ കിട്ടി. ഇവിടെ ഭയങ്കര തുഴയില്ല. ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ആക്ച്വലി സേഫാണ്. നമ്മളിപ്പോൾ വീണാലും നമുക്ക് നീന്തൽ അറിയത്തില്ല, പക്ഷെ വീണാലും മുങ്ങി കിടന്നോളൂ, അവർ വന്ന് രക്ഷിക്കും. ആയിഷ ഇവിടെ വൻ തുഴയിലാണ്. എങ്ങോട്ടാ പോകുന്നതെന്നൊരു പിടുത്തം കിട്ടാന്നുള്ളൊരു തുഴയിലാണ് ആയിഷ.
നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. നല്ല എക്സ്പീരിയൻസ് ആ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോകുന്നത്. മിക്ക കപ്പിളും ഇങ്ങനത്തെ ഈ ബോട്ട് തന്നെ എടുത്തേക്കുന്നത്. ആദ്യം വിചാരിച്ചു ഇത് കുറച്ച് ഡേഞ്ചർ ആണെന്ന്, പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല, നല്ല സേഫാണ്. ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ ഇത് മറിയാൻ ചാൻസ് വളരെ കുറവാണ്. ഇത് മറിഞ്ഞാൽ പോലും നമ്മൾ സേഫാണ്, നമ്മളിതിൽ പൊങ്ങിക്കിടക്കും. പിന്നെ ഇതിന് എത്ര ആഴം ഉണ്ട് എന്നൊന്നും അറിയില്ല, എനിക്ക് ഇറങ്ങി നോക്കിയാലേ അറിയാൻ പറ്റും. ഫാമിലീസ് വരുമ്പോൾ അവർ 4 സീറ്റർ പെഡൽ ബോട്ടൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ തന്നെ തുഴഞ്ഞുകൊണ്ട് പോകുന്ന ബോട്ടുകളുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുന്നത്, കപ്പിൾ വരുമ്പോൾ എൻജോയ് അങ്ങോട്ട് പോവാ. എന്താ കിടില എക്സ്പീരിയൻസ് ആണ്. ഒരിക്കലെങ്കിലും ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് തന്നെ അടിപൊളി, ഒന്നും പറയാനില്ല, കിടില. നമ്മൾ നമ്മുടെ കോളേജ് ലൈഫിൽ ഇതൊക്കെ കഴിഞ്ഞാണ്. റിവർ റാഫ്റ്റിംഗ് ഉണ്ട്, അതും വയനാട് തന്നെയാണ്. പക്ഷെ ഞാനിതൊക്കെ ആദ്യമായിട്ടോ കേട്ടോ. തുഴഞ്ഞിട്ട് ക്ഷീണിച്ചോ? ഇല്ല, ഞാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഇക്കല്ലോ തുഴയുന്നു. അടിപൊളി എക്സസൈസ് ആണ് കേട്ടോ. നമ്മൾ വെറുതെ ഇരിക്കുന്ന വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പിള്ളേർക്ക് നല്ല അടിപൊളി എക്സസൈസ് കൂടെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ കാക്കിങ് അവിടെ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മളിപ്പോൾ പൂക്കോടിലേക്ക് റാഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോവാണ്. നമ്മൾ രണ്ടുപേരും ശരിക്കും ടയർഡാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിങ്ങിനൊക്കെ ശേഷം നമ്മൾ പോയി ഫുഡ് കഴിച്ചു. നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കൽപ്പറ്റയിലുള്ള ഇന്ദ്രിയ എന്ന് പറയുന്ന ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ റൂം ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം ഒരു ചെറിയ നോർമൽ റൂമാണ്. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉണ്ട്. നമ്മുടെ ഒരു കിങ് സൈസ് ബെഡ്, പിന്നെ 2 ബെഡ് സൈഡ് ടേബിൾ, പിന്നെ ഒരു ചെറിയ ചെയറുണ്ട്, TV ഉണ്ട്, ടേബിളുണ്ട്, പിന്നെ ഇവിടെ ഒരു കോഫി സ്റ്റേഷൻ നോർമലായിട്ട്, പിന്നെ ഒരു ക്യാബിനറ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടയർഡാണ്, ഇന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പം അടുത്ത ദിവസം നാളത്തെ വിശേഷങ്ങൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. സോ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.